ചെറുപ്പത്തിൽ എന്നെ കാണുന്നിടത്ത് ആളുകൾ പോയും വിളിച്ച് എന്നെ എതിരേക്കുമായിരുന്നു. ഉപദേശി വരുന്നിടോ എന്നും പറഞ്ഞ് എൻ്റെ സ്കൂളിൽ നിന്ന് എന്നെ വിളിക്കുമായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എന്നെ ഉപദേശിയാക്കിയതാ. അന്ന് മുതൽ ഞാൻ ഉപദേശിയാ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പിള്ളേർ വിളിക്കുന്നതാണ്. ഉപദേശം പറയാൻ ചെന്നാൽ അവർ കേൾക്കുമെന്നല്ല ഞാൻ പറഞ്ഞേ. ഞാൻ എന്നെ ഉപദേശിയായിട്ട് അവർ അംഗീകരിച്ചു. അന്ന് മുതൽ വിളിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ എയർഫോഴ്സിൽ കയറിയപ്പോൾ ശൈലി മാറി. ഇപ്പോഴത്തെ എയർഫോഴ്സിൻ്റെ യൂണിഫോം വരെ മാറി. അപ്പോഴത്തെ ശൈലി എന്തോ പാറ്റേൺ ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഞങ്ങളുടെയൊക്കെ കാലത്ത്, ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ആദ്യമേ ഒരാളിലെ ഒരു മീറ്റിങ്ങിനൊക്കെ പോകുന്നത് കണ്ടാൽ ഒരാൾ പറയുക ടിക്കറ്റ് എടുത്ത കൂട്ടത്തിൽ ഒരു പിക്ചറിൻ്റെ ടിക്കറ്റ് ഇന്ന് എക്സ്ട്രാ വന്നു, അപ്പോൾ ഇന്ന് നീ മീറ്റിങ്ങിന് പോകണ്ട, പിക്ചറിന് വരാൻ പറയും. പിന്നെ പോകുന്ന കൂട്ടത്തിൽ ഒരല്പം കള്ളും കൂടെ കുടിച്ചുകൊണ്ട് ഇതെല്ലാം എല്ലാം ഫ്രീ ആയിട്ട് കൂട്ടുകാർ ചെയ്തു തരും. ഇല്ല, ഞാൻ മീറ്റിങ്ങിന് പോകുന്നതേ ഉള്ളൂ, കള്ളു കുടിക്കാൻ വരുന്നില്ല, മീറ്റിംഗ് നിങ്ങളുടെ സിനിമയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് ഉപദേശിയാക്കും. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഉപദേശി എന്ന് വിളിക്കും. ഒരു 3 മാസം ഉപദേശി വിളിച്ചിട്ടും ഇവൻ മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവനെ അച്ഛനാക്കും. അങ്ങനെ വർഗീസ് ആദ്യമേ ഉപദേശി വർഗീസായിരുന്നു. ഒരു 3 മാസം 4 മാസം കഴിഞ്ഞതോടെ ഞാൻ അച്ഛൻ വർഗീസായി. അടുത്ത 2 വർഷം അവരെന്നെ അച്ഛൻ വർഗീസ് വിളിച്ചു. അത് ഒക്കാതെ വന്നപ്പോൾ അവരെന്നെ ബിഷപ്പ് വർഗീസാക്കി. ഒടുവിൽ ദൈവം സ്റ്റാറ്റസിൽ നിന്നാണ് ഞാൻ പിരിഞ്ഞു പോരുന്നത്. അവിടം വരെ സ്റ്റാറ്റസ് മാറ്റി. ഒരു കൂട്ടം ആളുകൾ എതിർക്കുന്നവരുണ്ട്. പൗലോസേ, അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? ഇവന്മാർ എതിർത്തുടനെ പൗലോസ് ഒരു കാര്യം ചെയ്തു. പള്ളിയിലെ പഠിപ്പീരങ്ങ് നിർത്തിയേച്ച് തുറന്നോസിൻ്റെ പാഠശാലയിലോട്ട് ക്ലാസ് മാറ്റി. ശിഷ്യന്മാരെ 2ആയി തിരിച്ചു. വിശ്വസിക്കുന്നവരും പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരും ഒരു വിഭാഗത്തെ പള്ളിയിൽ നിന്ന് പൊക്കിക്കൊണ്ട് അവരെയും കൊണ്ട് തുറന്നോസിൻ്റെ പാഠശാലയിലോട്ട് പോയി അവിടെ ഇരുന്ന് പഠിപ്പീര് തുടങ്ങി. ആ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കാൻ പോകുകയാണ്. അങ്ങനെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം, ഇത് വലിയ പ്രത്യേകതയാണ്. ദേവാലയത്തിൽ 3 മാസം ക്ലാസ് എടുത്തപ്പോൾ എങ്ങും കാണാത്ത വലിയൊരു കാര്യം ഇപ്പോൾ തുറന്നോസിൻ്റെ പാഠശാലയിൽ ഉണ്ടായി. കാര്യം അവിടെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, എന്നുമെന്നും തർക്കുത്തരങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. പക്ഷെ തുറന്നോസിൻ്റെ പാഠശാലയിൽ വന്നപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, തർക്കുത്തരങ്ങളില്ല. അവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരിയും കൂടെ കോൺസെൻട്രേഷനായി, ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ബന്ധപ്പെട്ടു. അന്നേരത്ത് അസാമാന്യമായ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി.